ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം HSA ഫിസിക്കൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ കുറേ നാളുകളായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയായിരുന്നു. നമ്മുടെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് കുറച്ച് അധികം സമയമായി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും പ്രിപ്പറേഷൻ ടൈം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അല്ലേ. അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ ഏത് രീതിയിൽ പഠനത്തിനെ കണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ചെറിയൊരു സ്റ്റഡി പ്ലാനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ജനറലായിട്ട് നിങ്ങളൊരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് നമ്മുടെ ജോലി എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് മുൻനിർത്തിക്കൊണ്ട് വളരെ കാര്യമായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു പോസ്റ്റാണ് അല്ലേ. അപ്പം ചുമ്മാ അങ്ങ് നമ്മൾ ഇപ്പോൾ സിലബസ് നമ്മുടെ കയ്യിൽ കിട്ടി, സിലബസ് കിട്ടി, ഇനി ഇത് വെച്ചിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നമുക്ക് എൻഡ് ചെയ്യിക്കാനായിട്ട് ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. അപ്പം ആദ്യമായിട്ട് ഒരു പ്ലാനിങ്, ഓക്കെ, കൃത്യമായിട്ടുള്ളൊരു എന്തൊക്കെയാണ് എനിക്ക് പഠിക്കേണ്ടത്, ഞാൻ എങ്ങനെ പഠിച്ചാൽ എനിക്കിത് നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഉദ്ദേശം. അപ്പോൾ ആ ഒരു പ്ലാനിങ് കൃത്യമായ ശേഷം മാത്രം നമ്മൾ നമ്മുടെ പാത്തിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാത്തിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് പറയാനായിട്ടുള്ള കാര്യം, ഗിവ് ഇമ്പോർട്ടൻസ് ടു ബോത്ത് സബ്ജക്ട്സ്. നമുക്ക് HSA ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പം ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും എക്സാം എഴുതുന്നുണ്ട് അല്ലേ. ഫിസിക്സ് ഗ്രാജുവേറ്റ്സിനെയും കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനെയും എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പം യൂഷ്വലി ഇപ്പോൾ ഫിസിക്സുകാർ വിചാരിക്കും, ഫിസിക്സ് ഞാൻ പഠിച്ചെടുത്തോളാം, കെമിസ്ട്രി എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലല്ലോ, അപ്പം കുഴപ്പമില്ല, ഞാൻ ഫിസിക്സ് നല്ലതായിട്ട് പഠിച്ചിട്ട് അങ്ങ് എഴുതിക്കോളാം. അതുപോലെ കെമിസ്ട്രിക്കാരും വിചാരിക്കും, കെമിസ്ട്രി എനിക്കറിയാമല്ലോ, കുഴപ്പമില്ലല്ലോ, ഞാൻ കെമിസ്ട്രി നല്ലതായിട്ട് അങ്ങ് പഠിക്കാം, ഫിസിക്സ് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കും. പക്ഷേ നമ്മുടെ ഓരോ 0.1 മാർക്കും നമ്മുടെ റാങ്കിങ്ങിൽ വളരെ വലിയ വ്യത്യാസമായിരിക്കും വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഫിസിക്സ് ഗ്രാജുവേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കെമിസ്ട്രിക്ക് കൊടുക്കുക. അതുപോലെ കെമിസ്ട്രി ഗ്രാജുവേറ്റ്സും കെമിസ്ട്രിക്ക് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്നോ അതേ ഇമ്പോർട്ടൻസ് തന്നെ ഫിസിക്സിനും കൊടുക്കുക കേട്ടോ. അപ്പം 2 സബ്ജക്ട്സുകളാണ് നമ്മൾ എക്സാമിന് നമ്മുടെ മുന്നിൽ നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സബ്ജക്റ്റിന് നമ്മൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു, മറ്റേത് നമ്മൾ നോക്കുന്നേ ഇല്ല, അതെന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റും എന്ന് വിചാരിക്കുകയേ വേണ്ട. നമ്മൾ 2 സബ്ജക്ട്സും ഒരുപോലെ പഠിച്ച് നല്ല രീതിയിൽ 2 സബ്ജക്ട്സും അറ്റംപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ മനസ്സിനെ സെറ്റാക്കി വെക്കുക. ഞാനിപ്പോൾ ഫിസിക്സ് ഗ്രാജുവേറ്റ്സ് ആണ്, ഫിസിക്സ് മാത്രമല്ല ഞാൻ പഠിക്കാൻ പോകുന്നത്, ഞാൻ ഫിസിക്സും കെമിസ്ട്രിയും ഒരുപോലെ പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അല്ല കെമിസ്ട്രിക്കാരും അതുപോലെ തന്നെ, നമ്മൾ കെമിസ്ട്രിക്ക് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കെമിസ്ട്രിയും ഫിസിക്സും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഒരു HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം ഇതാണ്, 2 സബ്ജക്ട്സിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്താണ്? എല്ലാവർക്കും അറിയാം, HSA എക്സാംസ് പൊതുവേ മലയാളമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പം മലയാളത്തിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം വരിക. അപ്പം നമ്മൾ യൂഷ്വലി ഒരു ഡിഗ്രി ലെവലിലുള്ള PSC എക്സാംസിനെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. നമുക്ക് ടേംസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ അറിയത്തുള്ളായിരിക്കും. ഓക്കെ, മലയാളത്തിലുള്ള ടേംസോ, കാരണം നമ്മളിപ്പോൾ 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും 10 വരെ മാത്രമേ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുള്ളൂ ടേംസൊക്കെ. അതിനുശേഷം +1 +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, ഇവിടെ എല്ലാം നമ്മൾ ഇംഗ്ലീഷ് ടേംസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, നമ്മൾ മലയാളം ടേംസ് പഠിച്ചിട്ടില്ല അല്ലേ. അപ്പം അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഇനി ഞാൻ ഈ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം മലയാളം ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കും, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാം. പക്ഷെ നമ്മൾ വളരെയധികം പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ് എങ്കിൽ പോലും ടേംസ് എല്ലാം അവർ ഇംഗ്ലീഷ് വേർഡ് തന്നെ മലയാളത്തിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എഴുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ എൻട്രോപ്പി
എൻട്രോപ്പി എന്നൊരു വർക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻട്രോപ്പി എന്ന് തന്നെയായിരിക്കും അവർ എഴുതിയിട്ടുണ്ടായിരിക്കുക. കെമിക്കൽ കൈനറ്റിക്സ് എന്നാണെന്നുണ്ടെങ്കിൽ അത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ തെർമോഡൈനാമിക്സ് എന്നാണെന്നുണ്ടെങ്കിൽ അത് തെർമോഡൈനാമിക്സ് എന്ന് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരിക. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ബോധേഡ് ആവണ്ട. ഇനി ഈ പഠിച്ച വാക്കുകളുടെ എല്ലാം അല്ലെ പഠിച്ച ടേംസിൻ്റെ എല്ലാം മലയാളം ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കുക, അതെങ്ങനെ പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട് കുറേ പേർക്ക് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഒരു ലാസ്റ്റ് ടൈമിൽ നടന്നിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെയുള്ള നമുക്കിപ്പോൾ വളരെ കുറച്ച് വാക്കുകൾക്ക് മാത്രം നമ്മളൊരു 10th ലെവൽ വരെ പഠിച്ച് ഇംഗ്ലീഷിന് കൃത്യമായിട്ടുള്ള മലയാളം ഉള്ള ടേംസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അവർ മലയാളത്തിൽ കൊടുക്കുക. ബാക്കി എല്ലാ ടേംസും ഇംഗ്ലീഷിൽ തന്നെ ഉള്ള ടേമാണ് മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടാൽ വരാൻ സാധ്യതയില്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിപ്പം ഇംഗ്ലീഷിലുള്ള നോട്ട്സ് നിങ്ങൾ പഠിച്ചു പോയാലും മലയാളം നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോട്ട്സേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് പഠിച്ചു പോയാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ആ ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാര്യം ഇംഗ്ലീഷിലും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണും. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ ബോധേഡ് ആവേണ്ട ഒരു കാര്യമില്ല. അതാണ് രണ്ടാമത് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാര്യം, ബിഫോർ സ്റ്റാർട്ട് പ്രിപ്പറേഷൻ അനലൈസ് ദ സിലബസ് ഫസ്റ്റ്. നമ്മൾ ഏതൊരു എക്സാമിനായാലും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ആ സിലബസ്, ആ എക്സാമിൻ്റെ സിലബസ് എന്താണ്, ഏത് പാറ്റേണിലാണ് കഴിഞ്ഞ എക്സാംസ് ഒക്കെ നടന്നത്, കഴിഞ്ഞ എക്സാമിൻ്റെ സിലബസ് എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ച ശേഷം മാത്രം പ്രിപ്പറേഷൻ തുടങ്ങുക. അല്ല HSCയുടെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ ഇനി ഞാൻ പഠിച്ചു തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10 തൊട്ട് +2 തൊട്ട് അല്ലെ ഡിഗ്രിക്ക് എല്ലാം പഠിച്ച കുറേ പുസ്തകങ്ങളും എടുത്ത് വെച്ച് അങ്ങ് പഠിക്കാൻ തുടങ്ങുക അല്ല വേണ്ട. ഫസ്റ്റ് ഇപ്പം നമ്മുടെ സിലബസ് വന്നിട്ടില്ല, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലുള്ള സിലബസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. ചിലപ്പോൾ അതേ സിലബസ് തന്നെയായിരിക്കും ഈ പരീക്ഷയ്ക്ക്, ചിലപ്പോൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും ഉണ്ടായാലും പ്രതീക്ഷിക്കേണ്ട. വളരെ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ വരുന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ലാസ്റ്റ് കഴിഞ്ഞ വട്ടം എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന സിലബസ് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഏതൊക്കെ പോർഷൻസ് നമുക്ക് കവർ ചെയ്യണം, ഇതിൽ ഏതൊക്കെ പോർഷൻസ് നമുക്ക് ഓൾറെഡി വലിയ കുഴപ്പമില്ലാണ്ട് അറിയാം, ഏതൊക്കെ പോർഷനാണ് നമുക്ക് ഒട്ടും ഓർമ്മയില്ലാത്തത്, അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു നമ്മുടെ സിലബസ് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുക. ഏത് പോർഷൻസ് ഒക്കെ പഠിക്കാൻ എനിക്ക് കൂടുതൽ ടൈം വേണ്ടി വരും, ഏതെനിക്ക് വളരെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എപ്പോഴും ഏതൊരു എക്സാമിനായാലും നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം മൂന്നാമത് നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാനിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ മൂന്നാമതായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു സിലബസ് അനാലിസിസ്. ഓക്കെ, ഇനി നാലാമത്തത്, ബിഫോർ സ്റ്റാർട്ട് പ്രിപ്പറേഷൻസ് ഗോ ത്രൂ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ ഓർ ദി ലെവൽ ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിപ്പോൾ സിലബസ് കണ്ടു, ഇന്നതൊക്കെയാണ് ചാപ്റ്റേഴ്സ്, ഇനി ഞാനങ്ങ് പഠിച്ചു തുടങ്ങാം. അല്ല, അതിന് മുന്നേ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾ ഒരു 1-2 തവണ ഇതിന് മുന്നേ നടന്നിട്ടുള്ള ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ്റെ ഒരു എത്ര ടഫായിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ കിട്ടും. ഓക്കെ, അതുകൊണ്ട് നമ്മളിപ്പോൾ സിലബസ് ഒക്കെ അനലൈസ് ചെയ്ത് നേരെ അങ്ങ് പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ എക്സാമിന് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നെടുത്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ചോദ്യപേപ്പർ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, ഞാൻ പഠിക്കുമ്പോൾ ഇന്ന രീതിയിലാണ് പഠിക്കേണ്ടത്. അപ്പോൾ ചോദ്യപേപ്പർ ഒന്നും കാണാതെ നിങ്ങൾ സിലബസ് വെച്ചിട്ട് അങ്ങ് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും, ഇത് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് എന്ന രീതിയിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. പക്ഷേ ആദ്യമേ നമ്മൾ ചോദ്യപേപ്പറൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മനസ്സിലാക്കി എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണെന്നുണ്ടെങ്കിൽ അത് പഠിക്കുന്ന ടൈമിൽ നമ്മളെ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് വേണ്ടുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം എപ്പോഴും നിങ്ങൾ സിലബസ് അനലൈസ് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം പിന്നീട് പഠനത്തിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്, കൂടുതൽ ഇഫക്റ്റീവ് കേട്ടോ. നമ്മളിപ്പോൾ 2016-ലെയും 2018-ലെയും HSC ഫിസിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ഫുൾ സിലബസ്. എപ്പോഴും ഒരു പറ്റുന്നത് പഠിച്ചു തീർക്കാം
എന്നുള്ളത് അല്ല. നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തം എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, അല്ല ഇത് മൊത്തം എനിക്ക് മുഴുവനും എനിക്ക് പഠിച്ചു തീർക്കണം എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാൻ. അല്ല ഇപ്പോൾ പഠിക്കാൻ തുടങ്ങുമ്പോഴേ ഒരു പകുതിയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ പകുതിയെ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പം മുഴുവനും എനിക്ക് ഈ സമയം കൊണ്ട് പഠിച്ചു തീർക്കണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമ്മൾ മുന്നിൽ വെച്ചിട്ട് വേണം പഠനം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം ഇപ്പം നമ്മളൊരു 10 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 8 ചാപ്റ്റർ വലിയ കുഴപ്പമില്ല, ആ 8 ചാപ്റ്റർ പഠിക്കാം, ബാക്കി 2 ചാപ്റ്റർ അത് പോട്ടെ സ്കിപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ നമുക്ക് മുന്നിലുള്ളൊരു 1000 പേര് അല്ലെങ്കിൽ 500 പേര് ആ 10 ചാപ്റ്ററും കവർ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷേ അവർ അറ്റംപ്റ്റ് ചെയ്യുന്നു, നമ്മളെക്കാട്ടിൽ ഉയർന്ന മാർക്ക് മേടിക്കുന്നു, റാങ്ക് ലിസ്റ്റിൽ മുന്നിൽ വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചാപ്റ്ററും എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു പർട്ടിക്കുലർ നിശ്ചിത മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. അപ്പോൾ ഇന്ന ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ ഇത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുത്താതെ നമ്മുടെ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ഓർ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ കൊടുത്തത് ആ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. ഒരു 90 to 95% മിനിമം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠനത്തിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പം അല്ലാണ്ട് ഇതെനിക്ക് എളുപ്പമുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് ഇത് ഞാൻ പഠിക്കാം, ഇതെനിക്ക് പാടുള്ളതായതുകൊണ്ട് ഇത് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കരുത് കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അതാണ് അടുത്ത ശ്രദ്ധിക്കാനായിട്ടുള്ളൊരു കാര്യം. ദെൻ പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ്. ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് പലയിടത്തുനിന്ന് നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടമാനം നോട്ട്സ് കാണും. അപ്പോൾ അതെല്ലാം കൂടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എല്ലാം കൂടെ എഴുതി വെക്കുകയോ ചെയ്യുന്നതിനെക്കാട്ടിലും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇന്ന ഇക്വേഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് എങ്കിൽ ആ ഇക്വേഷൻ മാത്രം ഒന്ന് എടുത്ത് എഴുതുക. അല്ല ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് എടുത്ത് എഴുതി വെക്കുക. ഇങ്ങനെ നോട്ട്സ് എല്ലാം വലിച്ചു വാരി എഴുതി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു റിവിഷൻ ടൈം എത്തുമ്പോൾ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻസും അല്ലെന്നുണ്ടെങ്കിലോ ഇത് ഒത്തിരി ഉണ്ടല്ലോ എന്നുള്ള തോന്നലൊക്കെ വരും. അതേസമയം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിയുമ്പോഴും അത് വേണമെങ്കിൽ നമുക്കൊന്ന് നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ സിലബസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട്സ് ഒക്കെ എടുത്തൊന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അടുത്തത് വർക്കൗട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒരു 10 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 ചാപ്റ്ററിൽ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ പോർഷൻസും നമ്മൾ പഠിച്ചു. നമ്മൾ സിലബസിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ കവർ ചെയ്തു, ഇനി ഏത് ചോദ്യം വന്നാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. നമ്മളിപ്പം പോർഷൻസിൽ പഠിച്ചു, എല്ലാ സിലബസിലുള്ള എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ചിലപ്പം ചോദ്യങ്ങൾ ഏത് രീതിയിൽ വരും എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും അവിടുന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വലിയ ധാരണ ഉണ്ടായിരിക്കില്ല. അപ്പം പരമാവധി ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് ആവശ്യം പോലെ സോഴ്സസ് അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സോഴ്സസിൽ നിന്ന് നമുക്ക് പല ക്വസ്റ്റ്യൻസും MCQവും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാമോ അങ്ങനെയുള്ള സോഴ്സസിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തൊന്ന് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങൾ സിലബസ് കവർ ചെയ്യുക എന്നതിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനും കൊടുക്കണം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള PSCയുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും വർക്കൗട്ട് ചെയ്തിരിക്കണം. കാരണം ഇപ്പം നടക്കുന്ന എക്സാംസിന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചിലപ്പം പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള പല എക്സാംസിനും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ചെയ്ത്. അല്ലെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചില പാറ്റേൺസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ആ രീതിയിലുള്ള ഒരു പഠനത്തിലോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പരമാവധി
എന്തായാലും PSC പ്രീവിയസ് ഇയേഴ്സിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അനലൈസ് ചെയ്തിരിക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സോഴ്സസിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം കളക്ട് ചെയ്തിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ചയിൽ ഇത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഇത്ര മണിക്കൂർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അടുത്തത് വീക്ക്ലി റിവിഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാഴ്ച നമ്മൾ ഇത്ര ടോപ്പിക്ക് കവർ ചെയ്തു എങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ വേറൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ അടുത്ത ആഴ്ച നമ്മൾ അടുത്ത വേറൊരു ടോപ്പിക് ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ആദ്യം പഠിച്ച സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. ഓക്കെ, അതുകൊണ്ട് ഓരോ ആഴ്ചയിലും ഒരു പർട്ടിക്കുലർ ടൈം നമ്മൾ റിവിഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. പ്രീവിയസ് ആഴ്ചകളിൽ അല്ലെങ്കിൽ പ്രീവിയസ് മാസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്സ് ആണോ പഠിച്ചിട്ടുള്ളത് ആ ടോപ്പിക്സ് എല്ലാം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആഴ്ചയും ഒരു പർട്ടിക്കുലർ ടൈം, ഒരു കുറച്ച് സമയം നമ്മളൊന്ന് നീക്കി വെക്കണം കേട്ടോ. അപ്പോൾ വീക്ക്ലി റിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കളക്ട് മാക്സിമം ഡിഗ്രി ലെവൽ PSC എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് വർക്ക്ഔട്ട് ദം. നമ്മളിപ്പം HSA മാത്രമല്ല, നമുക്കൊരു ഡിഗ്രി ലെവലിൽ നടക്കുന്ന എക്സാം, ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റ് എക്സാം ഉണ്ട്, സാനിറ്ററി കെമിസ്റ്റ് ഉണ്ട്, ലബോറട്ടറി അസിസ്റ്റൻ്റ് ഉണ്ട്, അങ്ങനെ പല എക്സാംസ് ഫിസിക്സുകാർക്കും അതുപോലെ തന്നെ കെമിസ്ട്രിക്കാർക്കും. ഓക്കെ, ഫിസിക്സുകാർക്കും പല ഡിഗ്രി ലെവൽ എക്സാംസ് നടക്കുന്നുണ്ട്, കെമിസ്ട്രി ഗ്രാജുവേറ്റ്സിനും പല ഡിഗ്രി ലെവൽ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പം പരമാവധി നിങ്ങൾ ആ ഡിഗ്രി ലെവലിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെ ഒരു 5 വർഷം, ഒരു 4-5 വർഷം തൊട്ടിട്ട് നടന്നിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പം നെറ്റിൽ നിന്നെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം എന്തായാലും ഒന്ന് വർക്കൗട്ട് ചെയ്യണം. ആ ഒരു സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് PSC വീണ്ടും വീണ്ടും ആ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ നമ്മൾ പരമാവധി ഒരു 4-5 വർഷം പുറകിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് കളക്ട് ചെയ്യുക. അതിനകത്തുള്ള ചോദ്യങ്ങളെല്ലാം പരമാവധി ഒന്ന് വർക്കൗട്ട് ചെയ്യുക. നമുക്ക് പ്രയാസമുള്ള പോർഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ഇപ്പോൾ ഓരോ വർഷവും ചെല്ലും തോറും നമ്മുടെ PSC എക്സാംസിൻ്റെ ടഫ്നെസ് കൂടിക്കൂടി വരും. ഇപ്പോൾ 2016-ലെയും 2018-ലെയും നടന്ന HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നമുക്ക് മുന്നിലുള്ള ഒരു മോഡൽ. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇനിയും പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു 2020-ന് ശേഷം നടന്നിട്ടുള്ള എല്ലാ PSC എക്സാംസിൻ്റെയും പാറ്റേണിൽ നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മുന്നേ നടന്നിട്ടുള്ള എക്സാംസിനെക്കാട്ടിൽ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും കുറച്ചും കൂടെ ടഫ്നെസ് കൂടിയ രീതിയിലാണ് ഇപ്പം നടക്കുന്ന പല എക്സാംസും നടക്കുന്നത്. അപ്പം ആ 2016 ആൻഡ് 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. അപ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും, പക്ഷേ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം കൂടുതലും വരുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് ആ ഒരു 2016 ആൻഡ് 2018 ക്വസ്റ്റ്യൻ പേപ്പറിനെ ഫോക്കസ് ചെയ്യാതെ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ഉയർന്ന ലെവലിൽ നിന്ന് ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാം വരുന്ന ടൈമിൽ അതിനെ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മൾ ഉയർന്ന ഒരു റാങ്കിൽ നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയിൽ നമുക്ക് ചെന്ന് എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നോർമലി എല്ലാവരും ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും സ്റ്റഡി പാറ്റേൺ വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പം ഓരോരുത്തരും പല രീതിയിലായിരിക്കും അവരുടെ ഒരു സ്റ്റഡി പാറ്റേൺ കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരു നല്ല രീതിയിൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് സ്റ്റഡി ടിപ്സാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രാരംഭഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് പോകാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് എക്സാം അപ്പിയർ ചെയ്ത് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എത്തിപ്പെടാനും സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആശംസിക്കുന്നു. താങ്ക്